ഇന്ന് അവധിയാണ്. ഞങ്ങൾ ഒരു താളി ഉണ്ടാക്കാൻ പോവുകയാണ്. ചെറുപ്പത്തിലാണെങ്കിൽ അമ്മച്ചിയാണെങ്കിൽ അന്ന് ഈ കറ്റാർ വാഴപ്പോളയോ ആലുവയൊക്കെ ഒന്നും കിട്ടാനില്ലായിരുന്നു. അന്നേരം നല്ല താളി കുറേ പറിച്ച് ഒരു കല്ല് വെച്ച് ഇടിച്ച് ഒരു തോർത്തിൽ പിഴിഞ്ഞ് താളി, ഞങ്ങൾ 4 പെൺമക്കളുണ്ടായിരുന്നു. അപ്പം 4 പെൺമക്കൾക്ക് ഓരോ കപ്പ് വെച്ച് താളി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞ് അവസാനം അമ്മയും കഴുകിക്കളയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഇപ്പം പലരും പല വഴിക്കായിപ്പോയി. എന്നിട്ട് മുടിയൊക്കെ കൊഴിഞ്ഞു, എന്നാലും അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. കറ്റാർ വാഴപ്പോളയുണ്ട്, ചെമ്പരത്തി ഇലയുണ്ട്, തുളസി ഇലയുണ്ട്, ആര്യവേപ്പിലയുണ്ട്. കറ്റാർ വാഴപ്പോള നമുക്ക് തലമുടി വളരാൻ നല്ലതാണ്. അത് ചെമ്പരത്തിയുടെ ഇല നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും തലമുടി പൊഴിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും. ഇത് പേൻശല്യമൊക്കെ, തുളസി ഇല പേൻശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ സഹായിക്കും. പിള്ളേർക്കൊക്കെ നല്ലതാണ്. ആര്യവേപ്പാണെങ്കിൽ നമ്മുടെ താരൻ അതൊന്നും മാറിപ്പോകാനും എല്ലാം ആര്യവേപ്പ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്കിന്ന് ഇതെല്ലാം കൂടി ഇട്ടിട്ട് താളി തയ്യാറാക്കാം. ഞാൻ എൻ്റെ കൊച്ചുമാണ് തേക്കുന്നത്. ഇങ്ങനെ തേക്കുന്നതിലൂടെ നമുക്ക് തലമുടിക്ക് നല്ലൊരു വളരാനുള്ള നല്ല തണുപ്പും, ഇങ്ങനെ എന്തെങ്കിലും താരനോ പേനൊക്കെ ഉണ്ടെങ്കിൽ അതും മാറും. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും, തലമുടി വളരുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മുറിച്ചിട്ട് ഒരു താളിയാക്കാം. ഇന്ന് ആദ്യം നമുക്ക് താളിയില ഇടാം, പിന്നെ തുളസിയില ഇടാം, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, ഇത്രയും കറ്റാർ വാഴപ്പോളയൊന്നും വേണ്ട. നമുക്ക് 2-3 കഷ്ണം മതി. നല്ല തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനൊക്കെ കറ്റാർ വാഴപ്പോള നന്നായിട്ട് സഹായിക്കും. പിള്ളേരൊക്കെയാണ് തലമുടി നന്നായിട്ട് വളരാനും സഹായിക്കാം. ഓക്കെ, ഇച്ചിരി വെള്ളം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നമുക്ക് അടിച്ചെടുക്കാം. ഇത്രയും മതി. ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് ഏതെങ്കിലും തുണിയിൽ ഒഴിച്ച് അത് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മുടെ തലയിൽ ഒരു 15 മിനിറ്റ് നന്നായിട്ട് മൊത്തം പരട്ടി വെക്കുക. അത് കഴിഞ്ഞ് അത് കഴുകിക്കളയാം. ഷാമ്പു ഉണ്ടെങ്കിൽ ഷാമ്പു ഇച്ചിരി ഉപയോഗിക്കാം. ഷാമ്പുവിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമുള്ളവർ ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.